അബൂ ഹനീഫ ഇമാമ് ഹജ്ജ് കർമ്മം കഴിഞ്ഞിട്ട് മുടി കളയാൻ വേണ്ടി ബാർബർ അടുത്തേക്ക് എത്തി. തുടക്കത്തിൽ തന്നെ ചോദിച്ചു, എത്രയാണ് നിങ്ങൾക്ക് കൂലി തരേണ്ടതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ ആരാധനാ കർമ്മങ്ങൾക്ക് കൂലി സ്വീകരിക്കാറില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞു ഇരിക്കുന്ന സമയത്ത് ഡയറക്ഷൻ മാറിയിരുന്ന അബൂ ഹനീഫ ഇമാമിനോട് നിങ്ങൾ ഖിബിലിൻ്റെ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിരിക്കുമെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായും മുടി കളയുമ്പോൾ നമ്മളെല്ലാവരും മിണ്ടാതിരിക്കും. ഉടനെ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ അങ്ങനെ മിണ്ടാതിരിക്കുന്നത്, നിങ്ങൾക്ക് തക്ബീർ ചൊല്ലിക്കൂടാന്ന് ചോദിച്ചു. മുടി കളയൽ കഴിഞ്ഞു, പുറത്തിറങ്ങുമ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ അടുത്തേക്കാണ്. എന്നാൽ നിങ്ങൾക്ക് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കും. അബൂ ഹനീഫ ഇമാമ് ഒരു മദ്ഹബിൻ്റെ ഇമാമാണ്. ഈ മനുഷ്യൻ്റെ ഈ ഇത്തരം സംസാരങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല ഇതൊരു മദ്ഹബിൻ്റെ ഇമാമാണെന്നൊന്നും. പക്ഷേ ഇത്ര ഒരു പാവപ്പെട്ട മുടി കളയുന്ന ഒരു മനുഷ്യൻ്റെ സംസാരം കേട്ടിട്ട് ആ ജീവിതത്തിൽ അത് പകർത്താൻ വേണ്ടി ശ്രമിച്ചു എന്നത് അബൂ ഹനീഫ ഇമാമിൻ്റെ ജീവിതത്തിലെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങോട്ട് ആര് പറഞ്ഞു തരുന്നു, ആരിൽ നിന്ന് ചില പാഠങ്ങൾ സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ചില ആളുകൾ കുട്ടികളിൽ നിന്ന് പാഠം സ്വീകരിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ താഴെയുള്ള ജോലിക്കാരിൽ നിന്ന് ചില പാഠങ്ങൾ സ്വീകരിക്കാൻ, നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനൊക്കെ ഭയങ്കര മടിയുള്ളവരുണ്ട്. അങ്ങനെ ഒരു മടിയും വേണ്ടതില്ല എന്നാണ് അബൂ ഹനീഫ ഇമാം നമ്മളോട് പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഏത് കുട്ടിയിൽ നിന്നും നമുക്ക് ചില പാഠങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കലാണ് നല്ല വിനയമുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളുടെ രീതി എന്ന് ഫുളൈൽ ബിൻ ഇയാദ് തങ്ങൾ പറയുന്നുണ്ട്.